നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു MP തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊരു മന്ത്രി തരാമെന്ന് പറഞ്ഞു. ആ മന്ത്രിയാണ് കേരളത്തിലെ കഞ്ചിക്കോടുള്ള കോച്ച് ഫാക്ടറി. ആ കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റി UP സ്ഥാപിച്ചത്. ഇവർ എങ്ങനെയാണത്? അതെ, എങ്ങനെയാണത് മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള കേരളത്തിൽ നൽകാന്ന് പറഞ്ഞ കോച്ച് ഫാക്ടറി ഇപ്പൊ പ്രവർത്തിക്കുന്നത് UP-യിലാണ്. പിന്നെ നമ്മുടെ കേരളത്തിന് വികസനമായിട്ട് ബന്ധപ്പെട്ട കിഫ്ബി ഫണ്ട് അത് കേന്ദ്ര ഫണ്ടിൽ നിന്ന് കുറയ്ക്കും എന്ന് പറയുന്ന ഇവരെങ്ങനെയാണ് കേരളത്തിന്റെ വികസനം? അല്ല, നിങ്ങളുടെ MP കേന്ദ്ര സഹമന്ത്രിയുടെ വലിയ സപ്പോർട്ട് തൃശ്ശൂരിന് ഉണ്ടോ ഇല്ലയോ? പുലിക്കളിക്ക് നൽകാന്ന് പറഞ്ഞ ഫണ്ട് വരെ നൽകാത്ത ഓഫർ ചെയ്തായിരുന്നല്ലോ. ഓഫർ ചെയ്ത് തന്നിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടത് കഞ്ചിക്കോട് എന്ന് പറയുന്നത്, അദ്ദേഹം മനസ്സിലാക്കണം, ഈ കഞ്ചിക്കോട് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. അങ്ങനല്ല പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിട്ടും കഞ്ചിക്കോടിലെ ആ പോയ ഫാക്ടറിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ പറയട്ടെ, കഴിഞ്ഞില്ല എന്നാണ്. 17 മാസമായി അദ്ദേഹം MP ആയിട്ട് തൃശ്ശൂരിന്റെ ഔദ്യോഗികമായി 17 മാസം ചെറിയ കാലയളവാണോ? 17 മാസം കൊണ്ട് തൃശ്ശൂരിലെ കോർപ്പറേഷൻ പരിധിയിൽ, നിങ്ങൾ മനസ്സിലാക്കണം, തൃശ്ശൂരിന്റെ കോർപ്പറേഷൻ പരിധിയിൽ 1,46,00,000 വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ചോദിച്ച ഏത് ടൂറിസം പ്രോജക്ട് കൊണ്ടുവന്നു? ടൂറിസം മന്ത്രിയാണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പദ്ധതികൾ 14 മാസമേ അല്ല ആയിട്ടുള്ളൂ. ചോദിക്കട്ടെ, 1,40,40,000 ഫോറൻസിക് കോളേജ് നിങ്ങൾ മനസ്സിലാക്കണം. ഫോറൻസിക് കോളേജ് പ്രഖ്യാപിച്ചല്ലോ. നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാരോട് പറഞ്ഞ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? തൃശ്ശൂർ വേണ്ട, തിരുവനന്തപുരത്ത് ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കാം. അദ്ദേഹം പറഞ്ഞു ഫോറൻസിക് ലാബിനെ കുറിച്ച് പറയല്ലേ?